ഞാൻ പഠിച്ചത് കർഷണം എന്ന് പഠിച്ചിട്ടാണ്, ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് പ്രീ ഡിഗ്രിക്ക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് കർഷണം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഞാൻ നമ്മളിപ്പോൾ സാറിപ്പോൾ ഇത്രയും വലിയൊരു നിലയിലെത്തി നിൽക്കുന്നു. ഒരു സാറിനെ പോലെ ഒരു സയന്റിസ്റ്റ് ആവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളിലും എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്? വളരെ നല്ല ചോദ്യം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പഠിച്ചത് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്, അരൂർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലാണ്. എൻ്റെ അവിടുത്തെ പാസ് പെർസെൻറ്റേജ് ഞാൻ SSLC പഠിക്കുമ്പോൾ 23%. 23 മലയാളം മീഡിയമായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞ ശേഷം +2 പഠിക്കാനായിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയി. അവിടെ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ, പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നത്. 2 മാസം എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താണ് അവിടെ സാറുമാർ വന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ 2 മാസം എടുത്തു. ഞാൻ കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട്. അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ഇന്ന് ISROയുടെ തലമാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. 100% ആളുകൾ പാസ്സാകുന്ന ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത്, അല്ലേ? ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. +2 പോയി കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല, പറയുന്നതെല്ലാം മനസ്സിലാവുമല്ലോ. കാരണം ഞാൻ പഠിച്ചത് കർഷണം എന്ന് പഠിച്ചിട്ടാണ്, ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് പ്രീ ഡിഗ്രിക്ക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് കർഷണം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഞാൻ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഇന്നത്തെ തലമുറ വളരെ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ആ അഡ്വാൻറ്റേജ് എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതിൽ ഈ വരുന്ന സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ സ്വയം ആ സബ്ജക്റ്റിനോടുള്ള ഒരു സ്നേഹമാണ്, ഒരു പ്രേമമാണ്. അതുണ്ടോ നിങ്ങൾക്കുള്ളതാണ് പ്രശ്നം. ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സയൻറ്റിസ്റ്റ് ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട.